മലയക്കോട്ടെ വാലിബൻ, എബ്രഹാം ഓസ്ലർ എന്നീ സിനിമകളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ജനുവരി 25-ന് റിലീസ് ചെയ്ത ലിജോ ജോസ് പെല്ലിശ്ശേരി, ലാലേട്ടൻ ടീമിന്റെ ബ്രഹ്മാണ്ഡ ബിഗ് ബഡ്ജറ്റ് ചിത്രം മലയക്കോട്ടെ വാലിബൻ ഇന്ന് 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എല്ലാവരെയും നിരാശപ്പെടുത്തി വലിയൊരു പരാജയത്തിലേക്കാണ് ചിത്രം എത്തി നിൽക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും ചിത്രത്തിന് നിരാശാജനകമായ കളക്ഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ആഴ്ചയിലാണ് ഇപ്പോൾ ചിത്രം പ്രദർശനം നടത്തുന്നത്. മൂന്നാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും ചിത്രം മേജർ സെന്ററുകളിൽ മാത്രം കാണാനാണ് സാധ്യതയുള്ളത്. ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും ധാരാളം മലയാളം അന്യഭാഷ ചിത്രങ്ങൾ റിലീസാകുന്നതോടെ ചിത്രം ചുരുക്കം മെയിൻ സെന്ററുകളിൽ മാത്രമായി ഒതുങ്ങും. ചിത്രത്തിന് 12 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 13,90,00,000 മുകളിലാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത്. 12 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 2,51,00,000 രൂപയാണ്. 12 ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ 12,70,00,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന്റെ 12 ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 29 കോടിക്ക് മുകളിലാണ്. ചിത്രത്തിന്റെ ഫൈനൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 15 കോടിക്ക് മുകളിൽ എത്താൻ കഴിയുമോ എന്നറിയില്ല. ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 30 കോടിക്ക് അടുത്തെത്തും എന്ന് പ്രതീക്ഷിക്കാം. ചിത്രത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയി കരുതുന്നത് 65 കോടി രൂപയാണ്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാകുമോ എന്ന് കണ്ടറിയണം. രണ്ടാം ഭാഗം എടുക്കുമ്പോൾ ഇതിലും വലിയൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് ആകും എന്ന് ഉറപ്പാണ്. രണ്ടാം ഭാഗം എടുക്കുമ്പോൾ അത് തീർത്തും മാസ് ആണെങ്കിൽ മാത്രമേ ഇത്ര വലിയൊരു ബഡ്ജറ്റ് തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ജനുവരി 11-ന് റിലീസ് ചെയ്ത മിഥുൻ മാനുവൽ തോമസ് ഡയറക്ട് ചെയ്ത് ജയറാം നായക വേഷം ചെയ്ത് മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തിയ എബ്രഹാം ഓസ്ലർ 27ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചിത്രം ജനുവരി മാസത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രമായിരിക്കുകയാണ്. 27 ദിവസമായിട്ടും ചിത്രത്തിന് മികച്ച പ്രേക്ഷക പിന്തുണയോടെ മുന്നോട്ട് പോവുകയാണ്. ചിത്രം ജയറാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പണം വാരിയ സിനിമയായിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ 27ാം ദിവസവും ചിത്രം 100-ന് മുകളിൽ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുന്നു എങ്കിൽ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനപിന്തുണയെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ചിത്രം 26 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത് 22,32,00,000 രൂപയാണ്. 26 ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 2,60,00,000 രൂപയും ഓവർസീസ് കളക്ഷൻ 15,62,00,000 രൂപയുമാണ്. അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന്റെ 26 ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 40,50,00,000 രൂപയ്ക്ക് മുകളിലാണ്. ചിത്രം 2024 ആദ്യ ബോക്സ് ഓഫീസ് വിജയം നേടിയിരിക്കുന്ന സിനിമയായിരിക്കുകയാണ്. ചിത്രം ഇനിയും ഒരു ലോങ് റൺ ആണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ വർക്കിംഗ് ഡേയ്സിൽ ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് മാന്യമായ ജനത്തിരക്കാണ് ഇപ്പോഴും മേജർ സെന്ററുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT അവകാശം നേടിയിരിക്കുന്നത് ഡിസ്നി ഹോട്ട്സ്റ്റാർ ആണ്. ഫെബ്രുവരി മാസം പകുതിയോടെ ചിത്രം OTT റിലീസാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മലയക്കോട്ടെ വാലിബൻ, എബ്രഹാം ഓസ്ലർ എന്നീ ചിത്രങ്ങൾ നേടുന്ന കളക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.